ഞാൻ ഒന്നരാടേ കുളിക്കത്തുള്ളൂ. എനിക്ക് വയ്യ ഡെയിലി കുളിക്കാൻ. ഞാൻ ഒന്നരാടെ എത്ര ജാസ്മിൻ ഇരുന്ന് സംസാരിക്കാണ്. ഇവിടെ ജാസ്മിൻ പറഞ്ഞിരുന്നു ഞാൻ ഒന്നരാടമേ കുളിക്കുള്ളൂ എന്ന് ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട്. അതാണ് അവരുടെ ടോപ്പിക്. അപ്പൊ റസ്മിൻ പറഞ്ഞ് മനസ്സിലാക്കാണ് ഇനി ഡെയിലി കുളിക്കണം കേട്ടോ എന്ന് റസ്മിൻ പറയാണ്. എടുത്ത വഴിക്ക് ജാസ്മിൻ പറയാണ് പറ്റത്തില്ല, ഞാൻ ഒന്നരാടമേ കുളിക്കൂ. ഞാൻ ഒന്നരാടം കുളിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇതിന്റെ പ്രശ്നത്തിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എന്നെ വന്ന് ഹഗ് ചെയ്യാറുണ്ട്, ഉമ്മ വയ്ക്കാറുണ്ട്, ഞാൻ അടുത്ത് വന്നിരിക്കാറുണ്ട്. ആർക്കെങ്കിലും വയർപ്പ് പിടിക്കുന്നതായിട്ടോ സ്മെല്ലടിക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പൊ റസ്മിൻ പറഞ്ഞു ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം? ഞാൻ അങ്ങനെയാണ് ഇതുവരെ ശീലിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് ഞാൻ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഞാൻ ഇനിയും ചെയ്യുള്ളൂ. ഞാൻ ഒന്നരാടമേ കുളിക്കൂ, എന്നെ കൊണ്ട് ഡെയിലി കുളിക്കാൻ പറ്റത്തില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ജാസ്മിനെ കാണാനായിട്ട് സാധിച്ചു. എൻ്റെ പൊന്നോ, കുളിയും ഇവിടെ ഒരു കണ്ടന്റായി മാറുകയാണ്. ബിഗ് ബോസ് ചരിത്രത്തിൽ വല്ലാത്തൊരു കുളി തന്നെയായിരിക്കും ഈ ഒരു കുളി എന്ന് പറയുന്നത്. ഒന്നരാടം കുളി. ജാസ്മിന് അടുത്തൊരു പേര് വീണു, ഒന്നരാടം കുളി എന്നുള്ളത്. അവിടെ ജാസ്മിൻ പറയുന്ന പറച്ചിലാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സ്മെല്ല് തോന്നിയിട്ടുണ്ടോ, വിയർപ്പ് തോന്നിയിട്ടുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. ഇനി അങ്ങനെ തോന്നുന്നവർ എൻ്റെ അടുത്ത് വരണ്ട, ഞാൻ ഒന്നരാടമേ കുളിക്കൂ, ഡെയിലി കുളിക്കത്തില്ല എന്ന്. പാവം കൊച്ച്. അല്ലാതെ എന്താ പറയാ. റസ്മിന് പിന്നെ അവിടെ വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് റസ്മിൻ എല്ലാം മിണ്ടാതിരുന്ന് കേട്ടു. അല്ല, പറഞ്ഞിട്ട് നന്നാവില്ല എന്നുള്ളവരോട് ഉപദേശിക്കാൻ പോയ റസ്മിനെ തെറ്റിപ്പോയി. പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് റസ്മിൻ അവിടെ പിന്നെ മിണ്ടാതിരിക്കുകയേ രക്ഷയുണ്ടായിരുന്നുള്ളൂ.